ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 26-ാം തീയതി ഞായറാഴ്ച ദിവസം 1799 ഇടവമാസം 12-ാം തീയതി, ഇന്ത്യൻ തീയതി ജ്യേഷ്ഠമാസം 5-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തൃതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ഞായറാഴ്ച രാവിലെ 10:37 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് പൂരാടം നക്ഷത്രം കടന്നു വരിക. ഞായറാഴ്ച രാവിലെ 10:37 വരെ മൂലം നക്ഷത്രം ഉണ്ടായിരിക്കും. മൂലം നക്ഷത്രമാണ് ഞായറാഴ്ച രാവിലെ ഉദയനക്ഷത്രമായിട്ട് വരുന്നത്. 10:37 മുതലാണ് പൂരാടം നക്ഷത്രം ആരംഭിക്കുന്നത്. പൂരാടം നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:15 അപ്പോൾ ഞായറാഴ്ച രാവിലെ 10:37 മുതൽ തിങ്കളാഴ്ച രാവിലെ 10:15 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ധനുക്കൂറിൽപ്പെട്ട പൂരാടം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ജലമാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം കുരങ്ങനാണ്, ഭൂതം വായുവാണ്, പക്ഷി കോഴിയാണ്, വൃക്ഷം വന്യയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം ശുക്രദശയിലാണ്. എല്ലാ പൂരാടം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ശുക്രദശാകാലം. പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് വളരെ വിശാല മനസ്കരാണെന്നാണ് പറയുന്നത്. പൂരാടം നക്ഷത്ര ജാതകർ വളരെ വിശാല മനസ്കരാണ്. അവരുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി അവർ ആവുന്നത്ര സത്യസന്ധമായി പെരുമാറുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ ഇവർ മനസ്സുള്ളവരാണ്. അതുപോലെ തന്നെ ഇവരോട് എതിർക്കുന്നവരോട് ചെറുത്ത് നിൽക്കുവാൻ കാര്യപ്രാപ്തി ഉള്ളവരുമാണ് പൂരാട നക്ഷത്ര ജാതകരെന്ന് ജ്യോതിഷം പറയുന്നു. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇവർ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ആവുന്നത് പരിശ്രമിക്കും. അതിൽ കൂടി പലരും വിജയം കൈവരിക്കും. അങ്ങനെ അവർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിഭാഷകരായാൽ അവർ അഭിഭാഷക വൃത്തിയിൽ വളരെ ശോഭിക്കും. അത് മുഖേന അവരുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാകുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗൃഹഭരണത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വിജയിക്കും. പൂരാട നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക്, ആ സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി കാര്യങ്ങളിലും അതുപോലെ തന്നെ അവർ ഗൃഹഭരണത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ അവർ വിജയിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് കാര്യപ്രാപ്തിയുണ്ട്, ഈശ്വര വിശ്വാസവും ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്ര എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യുവാൻ എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്ര എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നടത്തുവാൻ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്തിര എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് മുഹൂർത്ത ദിവസമായിട്ട് ആ നക്ഷത്ര ദിവസത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ശുക്രദശാകാലമാണ്. എല്ലാ പൂരാട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ശുക്രദശാകാലം. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട പൂരാട നക്ഷത്ര ജാതകരുടെ ജീവിതം ഇപ്പോൾ പ്രായമനുസരിച്ച് ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നതെന്നറിയാൻ വേണ്ടി ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ശുക്രദശാകാലം 20 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 20 വർഷം വന്നു ചേരണമെന്നില്ല. അപ്പോൾ ഒരു കുട്ടി പൂരാട നക്ഷത്രത്തിൽ ജനിച്ചു. ആ കുട്ടിക്ക് 15 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വർഷം ശുക്രദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലമാണ്. അപ്പോൾ 21 വയസ്സായ കുട്ടിക്ക്. അതിനുശേഷം
സൂര്യദശാകാലം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലമാണ് 10 വർഷം. 21 10 31. അപ്പോൾ ഈ ചന്ദ്രദശാകാലം ആ കുട്ടിക്ക് അനുകൂലമായ സമയമാണോ ഇല്ലെന്നോ മാതാപിതാക്കൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കണം. നല്ല വിവാഹമൊക്കെ നടത്തുവാൻ പറ്റുമോ, നല്ല വിവാഹാലോചന വന്നു ചേരാൻ സാധിക്കുമോ, ആ കുട്ടിക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഉന്നതമായ ജോലിയിൽ ഒക്കെ എത്തിച്ചേരുവാൻ കഴിയുമോ, തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഗ്രഹനില നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ നല്ല ഒരു ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം. അപ്പോൾ അത് മാതാപിതാക്കളുടെ കടമയാണ്. മാതാപിതാക്കൾ അതൊക്കെ ഗ്രഹനില നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ 31 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കുജദശാകാലം 38ആയി. പിന്നെ 18 വർഷം രാഹുവിൻ്റെ ദശാകാലം 38 തൊട്ട് 46 10 56. ഈ സമയത്തൊക്കെ അവർ വിദേശത്തൊക്കെ പോകുവാനും വിദേശത്ത് പോയി ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കുവാനും ഉള്ള ഒരു സമയം വരുന്നുണ്ട്. രാഹുവിൻ്റെ ദശാകാലമാണ്. അത് രാഹു ഗ്രഹനിലയിൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് നോക്കി അത് മനസ്സിലാക്കി വേണം ആ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ. പോയാൽ വിജയിക്കുമോ പരാജയം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നോക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. അങ്ങനെ 56 വയസ്സ് കഴിഞ്ഞാൽ 16 വർഷം വ്യാഴദശാകാലമാണ്. 72 വയസ്സുകൊണ്ട് വ്യാഴദശാകാലം തീരും. പിന്നെ 19 വർഷം ശനിദശാകാലമാണ്. 72 9 81 10 91 91 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 17 വർഷം ബുധദശാകാലം. 98 10 108 108 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 7 വർഷം കേതുവിൻ്റെ ദശാകാലമാണ്. അപ്പോൾ 115. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഈ ഗ്രഹനില തയ്യാറാക്കിയിട്ടുള്ളവർ ജനിച്ച സമയം വെച്ച് ജനനത്തീയതിയും ജനിച്ച സമയം വെച്ച് ഗ്രഹനില തയ്യാറാക്കിയിട്ടുള്ളവർ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനാണ് ജാതകമെന്നും പറയുന്നത്. ഗ്രഹനിലയ്ക്കാണ് പലരും ജാതകമെന്ന് പറയുന്നത്. ജാതകമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ജനനം മുതൽ മരണം വരെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്ന പ്രായത്തിൽ അപകടം നടക്കും, ഇന്ന ഭാഗത്തിൽ വിവാഹം നടക്കും, ഇന്ന സമയത്ത് ജോലി നടക്കും, ഇന്ന സമയത്ത് ഇന്നത് അവരുടെ കുടുംബത്തിൽ നടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും, അതായത് ഒരു ദശാകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം രാഹുവിൻ്റെ ദശാകാലം 18 വർഷമാണ്. ഈ 18 വർഷം ആദ്യം രാഹുവിൻ്റെ സ്വന്തം അപഹാര സമയം, പിന്നീട് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര സമയം. അപ്പോൾ ഈ അപഹാര സമയത്ത് രാഹുവിൻ്റെ ദശാകാലം 18 വർഷമാണെങ്കിൽ ആ 18 വർഷവും രാഹുവിൻ്റെ സ്വന്തം അപഹാരം കഴിഞ്ഞു മറ്റുള്ളവരുടെ അപഹാര സമയത്ത് എന്തെല്ലാം ജീവിതത്തിൽ നടക്കും, അങ്ങനെ 18 വർഷത്തെയും കാര്യങ്ങൾ വ്യക്തമായി എഴുതുന്നതാണ് ജാതകമെന്ന് പറയുന്നത്. ഗ്രഹനില മാത്രം എഴുതുന്നത് ജാതകമല്ല. ഈ കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ഒരു ഓലയിൽ കുറിച്ച ജാതകം എന്ന് മനോരമ പത്രത്തിൽ ഒരു പടം കണ്ടു. അപ്പോൾ അത് ഒരുപക്ഷെ അതിനകത്ത് ഈ ജീവിതകാലം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ചേർത്തിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ അതിനാണ് ജാതകം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ജാതകം എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ജാതകം എന്നാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ഏത് പ്രായത്തിൽ മരണം സംഭവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതുന്നതാണ് ജാതകം. ഇന്ന പ്രായത്തിൽ അപകടം നടക്കും, ഇന്ന പ്രായത്തിൽ ധനനഷ്ടം ഉണ്ടാകും, ഇന്ന പ്രായത്തിൽ ബിസിനസ് തകർന്നു പോകും, ഇന്ന പ്രായത്തിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കും, അല്ലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതുന്ന ജനനം മുതൽ മരണം വരെ എഴുതുന്ന സമ്പൂർണ്ണ ജാതകം. അപ്പോൾ അതാണ് യഥാർത്ഥമായിട്ടുള്ള ജാതകം. മറ്റേത് ജനിച്ച സമയത്ത് ജനനത്തീയതിയും ജനിച്ച സമയം വെച്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ സ്ഥാനം എഴുതുക. ഓരോ ഭാവത്തിൽ ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നു, അത് വെച്ചും നമുക്ക് ജീവിതത്തെ മുമ്പോട്ട് പറയുവാൻ പറ്റും. ഇന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഇന്ന സംഭവങ്ങൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെപ്പോഴും നമ്മൾ ആ ഗ്രഹനില എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതാണ് ഗ്രഹനിലയും ജാതകവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞാൻ ജാതകം എഴുതി കൊടുക്കുന്നുണ്ട്, ഗ്രഹനില തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ സേവനങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, മുഹൂർത്തം കുറിച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും മുഹൂർത്തം കുറിക്കുന്നത് അവരൊരു തീയതി വെച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം വന്നാണ് മുഹൂർത്തം കുറിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതല്ല മുഹൂർത്തം. ആ മുഹൂർത്തം കൊണ്ട് യാതൊരു ഗുണവുമില്ല. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിവാഹം നടത്താൻ 2-3 മാസം മുൻപ് 2-3 മാസം കഴിയുമ്പോൾ
വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് മുൻപേ തന്നെ ആ 2-3 മാസത്തിനുള്ള സമയം, നല്ല സമയം നോക്കി മുഹൂർത്തം കുറിച്ച് വെക്കണം. മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടാണ് ഡേറ്റ് തീരുമാനിച്ച് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ഇന്ന തീയതിയിൽ നമ്മൾക്ക് വിവാഹം നടത്തിയേക്കാമെന്ന് വാക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ന ദിവസം ഒരു മുഹൂർത്തം എടുത്ത് തരണമെന്ന് പറഞ്ഞാൽ ആ ദിവസം മുഹൂർത്തം ഒന്നും നല്ലത് കാണത്തില്ല. അപ്പോൾ അസ്ട്രോളജർമാരല്ല ദൈവജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയുമ്പോൾ ഞങ്ങളങ്ങ് എഴുതി കൊടുക്കും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ആ എഴുതി മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് കാര്യമില്ല, ഗുണമില്ല. കാരണം എല്ലാവരും വാടകയൊക്കെ കൊടുത്ത് കെട്ടിടത്തിലിരിക്കുന്നു. അതിൻ്റെ വാടക കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വന്ന് കഴിയുമ്പോൾ തരത്തില്ല എന്ന് എഴുതി തരാൻ പറ്റത്തില്ല. ഇതിന് യാതൊരു ഗുണവുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നേരത്തെ തന്നെ ഇതെല്ലാം നോക്കി വെച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ജീവിതത്തിലെ എല്ലാം ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ജീവിതത്തിനൊരു ക്രമീകരണം വരുത്തുക എന്നുള്ളതുള്ളൂ. ഏതൊരു കാര്യവും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നതിനാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അപ്പം ഞാൻ ഈ കൂടെ പറഞ്ഞു വന്ന കൂടെ ഇതും കൂടെ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ പൂരാട നക്ഷത്ര ജാതകരുടെ ഗ്രഹനില കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അതുപ്രകാരം അവരുടെ പ്രായവുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത്, ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മോശമായ അനുഭവമാണെങ്കിൽ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. നല്ല അനുഭവങ്ങളാണെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാന് ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുക, ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുക, കിട്ടുന്നതിൻ്റെ ഒരു വീതം ഭഗവാന് കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂരാട നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു വന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം പൂരാട നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമാണെന്ന് ചിന്തിക്കാം. നാളെ അശ്വതി, ഭരണി, ചോതി, അനിഴം, മൂലം, പൂരം, ഉത്രം എന്നീ നാളുകാർക്ക് നാളെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. അശ്വതി, ഭരണി, ചോതി, അനിഴം, മൂലം, പൂരം, ഉത്രം എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ചതിവ് പറ്റാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം, തൃക്കേട്ട, വിശാഖം, ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ജ്യോതിഷം ഒരു മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത്. ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാട് ആരും നശിച്ചു പോകരുത്, ആരും പരാജയപ്പെട്ടു പോകരുത്, ജീവിതത്തിൽ ആരും പരാജയപ്പെട്ടു പോകരുത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അപകട സാധ്യതയെക്കുറിച്ച് മുന്നമേ ചൂണ്ടിക്കാണിക്കുന്നു. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് ജീവിതത്തിൽ വളരെയേറെ വേദന സഹിക്കുവാൻ അല്ലെ ദുഃഖം സഹിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രജാതകരെക്കുറിച്ചാണ് ജ്യോതിഷം പറയുന്നത്. കാർത്തിക, രോഹിണി, മകയിരം, തൃക്കേട്ട, വിശാഖം, ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. സൂക്ഷ്മതയോടുകൂടി നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഇടപെടണം. സംസാരത്തിലാകട്ടെ, വാക്കിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മത വേണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ വേണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി നാളെ ഞായറാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ പ്രധാനപ്പെട്ട സമയം, ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:07 മുതൽ 9:07 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10:37 മുതൽ ഉച്ചകഴിഞ്ഞ് 3:07 വരെ ശുഭസമയമുണ്ട്. ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ജീവിത വിജയം നേടും. അത് ജ്യോതിഷം പറയുന്നത് നിങ്ങൾക്കൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്തൊക്കെ വീട്ടിലെ പേർക്ക് ഒരു 10 രൂപയുടെ തവിയോ ഒരു സ്പൂണോ അല്ല ഓരോന്നോരോന്ന് നിങ്ങൾ മേടിച്ച്, അങ്ങനെ മേടിച്ച് നിങ്ങൾ ഈ സമയത്ത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കെട്ടിക്ക്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളൊരു വാഹനം, ഒരു കാറ് വാങ്ങിക്കുമ്പോഴും നല്ല സമയം നോക്കണം. ആ കാറ് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ട് കയറ്റുന്ന സമയം നല്ലതായിരിക്കണം. അങ്ങനെ എല്ലാം നല്ല സമയം നോക്കി എല്ലാം ഒരു അടുക്കും ചിട്ടയിലും ക്രമീകരണത്തിലും കൂടെ കൊണ്ടുപൊക്കി കാര്യങ്ങളൊക്കെ വിജയകരമായി നടക്കും. കടം വാങ്ങിച്ച് വെച്ച് കടം കൊടുക്കാതെ വന്നു കഴിയുമ്പോൾ പലരും തിരുമേനിയെ വിളിക്കും. തിരുമേനി എനിക്ക് കടം വിടാൻ പറ്റുന്നില്ല. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കണം. എനിക്കിത് കൊടുക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ടിത് എനിക്ക് മുന്നമേ ഈ വരുന്ന ആളുകളിൽ എൻ്റെ ഭാവിയിൽ ഈ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുമോ? എനിക്ക് വല്ല രോഗപ്രയാസം ഉണ്ടാകുമോ? എൻ്റെ കുടുംബത്തിൽ വല്ല അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമോ? ഞാൻ ഈ ബാധ്യത ഏറ്റെടുത്താൽ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുമോ
എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. മേടിച്ച് വെച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് തിരുമേനിയെ വിളിച്ച് നടക്കുന്നത്. അപ്പോൾ മിടുക്കുള്ള തിരുമേനിമാരാണെങ്കിൽ കുറച്ച് പൈസയും കൂടെ അവരോട് മേടിക്കും, പൂജ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൂടെ മേടിച്ച് അതും കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെയൊന്നും വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും സത്യസന്ധമായിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ചതിന് ശേഷമേ നമുക്ക് താങ്ങാൻ പറ്റുന്ന കടങ്ങളൊക്കെ മേടിക്കുക പാടുള്ളൂ. അല്ലാത്തവരാണ് കടം കയറി ജീവിതം നശിച്ചു പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ജ്യോതിഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നാളത്തെ ദിവസം പൊതുവായ സമയമാണ്. നാളെ ഇപ്പോൾ തൃതീയ തിഥിയാണ്, പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രത്തെ ജ്യോതിഷം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ തിരഞ്ഞെടുത്തൊരു നക്ഷത്രമാണ്. അപ്പോൾ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ രാവിലെ 6 മണി 7 മിനിറ്റ് മുതൽ 9 മണി 7 മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക. പിന്നീട് 10 മണി 37 മിനിറ്റ് മുതൽ 3 മണി 7 മിനിറ്റ് വരെ സമയമുണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു വീട്ടിലേപ്പുറക്കൊരു TV വാങ്ങിച്ചു, ഈ സമയത്ത് വാങ്ങിച്ച് 11 മണിക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ 11:30 വാങ്ങിച്ചാൽ 3 മണി 7 മിനിറ്റിനുള്ളിൽ അത് വീട്ടിൽ കൊണ്ട് കയറ്റാം. അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം നാളത്തെ ദിവസം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി എന്ന് പറഞ്ഞാൽ 26 അതിന് ഒറ്റ സംഖ്യ ആക്കണം, 8 വരും. 2 + 6 = 8. അപ്പോൾ എങ്ങനെ ഏതൊരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 8 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ളവർക്കും അനുകൂലമാണ്, ഈ തീയതി വരുന്നവർക്കും അനുകൂലമാണ്. നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ എല്ലാവർക്കും വന്നു ചേരുവാൻ വേണ്ടി കടുനീല, കടും പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നാളത്തെ ദിവസം കടുനീല, കടും പച്ച, മഞ്ഞ, കറുപ്പ് ധരിച്ചാലും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തരും. വെള്ള ധരിച്ചാലും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇത്രയും നിറങ്ങൾ മനുഷ്യജീവിതത്തെ നാളത്തെ ദിവസം സ്വാധീനിക്കും എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ, എല്ലാവരിലും ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ ചാനൽ കൂടി പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. പ്രിയപ്പെട്ടവരുടെ ജീവിതം എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതം ഒരിക്കലും അവരുടെ ജീവിതം പുറകോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനം ഉണ്ടാകണം. ഇത് കേൾക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം 1 മിനിറ്റ് ആകട്ടെ, 5 മിനിറ്റ് ആകട്ടെ, 2 മിനിറ്റ് ആകട്ടെ, 10 മിനിറ്റ് ആകട്ടെ, ഈ വീഡിയോ 25 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റും കേട്ടാലും നിങ്ങളുടെ വിലയേറിയ സമയമാണ് ചിലവഴിക്കുന്നത്. ആ വിലയേറിയ സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകണം. ഞാൻ ഈ ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് എന്നോട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സമയം, വിലയേറിയ സമയം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ സമയത്താണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ കേൾക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലൊരു നന്മയുണ്ടാകണം. ഒരു നന്മ നിങ്ങൾക്ക് കിട്ടാതെ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല എങ്കിൽ എൻ്റെ മെസ്സേജിന് എന്താണ് ഫലം? ശൂന്യമാണ് ഫലം. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുവാൻ, ഉന്നമനം ഉണ്ടാകുവാൻ, രക്ഷപ്പെടുവാനൊക്കെ ഉള്ള ഒരു മെസ്സേജാണ് ഞാൻ നൽകുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി നമ്മൾക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം ആരെയും ഭയപ്പെടുത്തുന്ന കാര്യമല്ല, നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇവരോട് താല്പര്യം കൂടുതൽ തോന്നുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം കൊണ്ട് അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കാത്ത ഒരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ഏകതൻ മാത്രം അനുകൂലമായ ദിവസമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്നും വരുമാനം കിട്ടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലരൊക്കെ നാളത്തെ ദിവസം പ്രസിദ്ധരാകുവാനും സാധ്യതയുണ്ട്. അങ്ങനെ
സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വന്നു ചേരുക എന്നുള്ളത് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട്. എങ്കിലും നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം സമ്പത്ത്, സൗഭാഗ്യം, സൗന്ദര്യം ഒക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി പറയുവാൻ പറ്റുന്ന കാര്യം. നാളത്തെ ദിവസം ചന്ദ്രൻ 7-ലാണ് നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം കൊടുക്കുമെങ്കിലും ചിലരെയൊക്കെ സംബന്ധിച്ചോളം സ്ത്രീ മുഖേനയുള്ള ധനനാശവും മാനഹാനിക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ല നാളുകാർക്ക് സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമല്ല. അത്ര അനുകൂലമായൊരു ദിവസമല്ല. എങ്കിലും കുടുംബസുഖമുണ്ട്. ധനപരമായ സ്ഥിതി അനുകൂലമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗദുഃഖ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ശത്രുശല്യം ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല. അപ്പോൾ ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ല നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, ധനനേട്ടം, സൽപുത്ര യോഗം, ദാമ്പത്യ സുഖം, ഭാര്യ ഭർത്തൃ സുഖം, സൗഭാഗ്യം, ദാനശീലം, അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാൻ ഇടയുണ്ട്. നാളത്തെ ദിവസം ചിലർക്കൊക്കെ രോഗങ്ങൾ വന്ന് കഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം വളരെ സത്യസന്ധതയോടുകൂടി ഇവർ പെരുമാറുന്നൊരു ദിവസമാണ്. ഈശ്വരവിശ്വാസം ഇവരിൽ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അറിവ് വർദ്ധിക്കുന്നൊരു ദിവസമാണ്. നല്ല അറിവോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന ദിവസമാണ്. ബന്ധുജന ഭാഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരൊക്കെ പിതാവുമായിട്ട് അനിഷ്ടത്തിൽ ആകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതി അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയൊക്കെ അവരെ അലട്ടുന്ന സമയമാണ്. ധനസ്ഥിതി മോശമാണ്. ധനം തികയാത്ത അവസ്ഥ വരും. കടം മേടിക്കേണ്ട സാഹചര്യം വരും. പലർക്കും കടം കൊടുത്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മാനസികമായും ശാരീരികമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അങ്ങനെ തിക്താനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ ഈശ്വരാധീനം കൊണ്ട് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളവർക്ക് മാത്രം ആശ്വസിക്കാം എന്നുള്ളതാണ് നാളത്തെ നക്ഷത്രഫലമായി തുലാക്കൂറുകാരോട് പറയുവാനുള്ളത്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിൽ പോലും ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ധനപരമായ വിഷയത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. മനോദുഃഖം, മാനഹാനി എന്നിവ ഉണ്ടാകാൻ ചിലർക്ക് കോപം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കോപം വന്നു ചേർന്ന് പാപപ്രവൃത്തികൾ, അടിയും വഴക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അനുകൂലമായൊരു ദിവസമല്ല. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാർക്ക് സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമല്ലെങ്കിൽ പോലും കുടുംബസുഖമുണ്ട്. ധനപരമായ നേട്ടമുണ്ട്. ധനധാന്യ നേട്ടം ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ബന്ധുക്കളെ കൊണ്ട് കാര്യമായ അനുഭവങ്ങൾ, ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബന്ധുസ്നേഹം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുന്നൊരു ദിവസമാണ്. സൽപ്രവർത്തികളാൽ നാളെ ജീവിത വിജയം നേടുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ പ്രതികൂലമായാലും ശാരീരികമായും മാനസികമായും അത്ര സ്ഥിതി മെച്ചമല്ലെങ്കിൽ പോലും നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകൾക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. അതുപോലെ തന്നെ മാതാവിനെ കൊണ്ട് തൃപ്തികരമായ ദിവസമല്ല. പിതാവിനെ കൊണ്ടും തൃപ്തികരമായ ഒരു ദിവസമല്ല. പല കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനസ്ഥിതി മോശമായിരിക്കും. ബന്ധുക്കളുടെ സഹകരണക്കുറവ്, അതുപോലെ തന്നെ തൃപ്തികരമായി സമയത്ത് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. എങ്കിലും വളരെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. പക്ഷെങ്കിൽ വിജയം കൈവരിക്കണമെന്ന് ഇല്ല. പുത്രദുഃഖ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ചോളം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ദാമ്പത്യ സുഖക്കുറവും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, സ്വത്തുക്കളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിറ്റുപോകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നല്ല ലാഭം വന്നു ചേരും, ചിലർക്ക് നഷ്ടത്തോടു കൂടിയായിരിക്കും വിൽപ്പനയൊക്കെ നടന്നു പോവുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം കലഹം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേസ് പ്രശ്നങ്ങളൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ സ്ഥിതിയല്ല. നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം മൂത്ത സഹോദരൻ്റെ ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ, കുടുംബസമേതം യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, തൊഴിൽപരമായ നേട്ടം, മാതാവിനെ കൊണ്ട് അനുകൂലമായ ദിവസം, പിതാവിനെ കൊണ്ട് അനുകൂലമായ ദിവസം, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകും. ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ മഹാദേവൻ രക്ഷിക്കും. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മഹാദേവൻ്റെ വിശ്വാസിയാണെങ്കിൽ, മഹാദേവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മഹാദേവനിൽ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നിങ്ങളുടെ രോഗം, ദുഃഖം, ദുരിതം, പ്രയാസം, കഷ്ടത എന്നിവയിൽ നിന്നെല്ലാം മഹാദേവൻ നിങ്ങളെ വിടുവിക്കും. നാളിതുവരെ നിങ്ങൾ മഹാദേവനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഓം നമഃ ശിവായ മന്ത്രം നിങ്ങൾ ജപിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ ആരംഭിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ മന്ത്രം നിത്യവും ചൊല്ലുക. മഹാദേവൻ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വിളിപ്പുറത്ത് മഹാദേവൻ വരും, മഹാദേവൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. അപ്പോൾ മഹാദേവനെ സ്തുതിക്കുക, മഹാദേവനെ പൂജിക്കുക, ആരാധിക്കുക. തീർച്ചയായിട്ടും ജീവിത പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ മഹാദേവൻ പ്രിയപ്പെട്ടവരെ വിടുവിക്കും. സത്യമാണ്, സത്യമാണ്, സത്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൂടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.